നരേന്ദ്രമോദി സർക്കാരിന്റെ തുടർച്ചയായ മൂന്നാം ഊഴത്തിലെ സുപ്രധാനമായ മൂന്നാം ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു തുടങ്ങുമ്പോൾ രാജ്യം വലിയ പ്രതീക്ഷകളോടെയാണ് അതിനെ ഉറ്റുനോക്കുന്നത്. സാമ്പത്തിക വളർച്ച, ജനപങ്കാളിത്തം, എല്ലാവർക്കും വികസനം എന്നീ മൂന്ന് അടിസ്ഥാന തൂണുകളിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു വികസന രേഖയാണ് ധനമന്ത്രി സഭയുടെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത്. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പ്പുകളിൽ നിർണായകമായൊരു ഘട്ടമായാണ് ഈ ബജറ്റിനെ കേന്ദ്ര സർക്കാർ വിശേഷിപ്പിക്കുന്നത്. രാജ്യത്തെ സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനോടൊപ്പം തന്നെ ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കാനുള്ള ക്രിയാത്മകമായ നടപടികൾ ബജറ്റിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കാലയളവിൽ രാജ്യം കൈവരിച്ച സാമ്പത്തിക സ്ഥിതിയെയും വളർച്ചയെയും കുറിച്ചുള്ള ആത്മവിശ്വാസം ധനമന്ത്രിയുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഉൽപാദന മേഖലയ്ക്ക് കരുത്തേകുന്നതിനും സർക്കാർ സ്വീകരിച്ച നടപടികൾ ഫലം കണ്ടു തുടങ്ങിയെന്നും സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് നയിക്കാൻ പുതിയ പരിഷ്കാരങ്ങൾ സഹായിക്കുമെന്നും അവർ വ്യക്തമാക്കി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കൈവരിച്ച 7% വരുന്ന വളർച്ചാ നിരക്ക് കേവലം അക്കങ്ങളിൽ ഒതുങ്ങുന്ന ഒന്നല്ലെന്നും അത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം പോലുള്ള അടിസ്ഥാനപരമായ ആവശ്യങ്ങളിൽ വലിയ പ്രതിഫലനം സൃഷ്ടിച്ചുവെന്നും നിർമ്മല സീതാരാമൻ അവകാശപ്പെട്ടു. ലോകത്തിലെ പല വൻകിട രാജ്യങ്ങളും സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഭീഷണി നേരിടുമ്പോഴും ഇന്ത്യ സ്ഥിരതയുടെ വളർച്ചാ പാതയിലാണ് സഞ്ചരിക്കുന്നത്. ഈ വളർച്ചയുടെ ഗുണഫലങ്ങൾ സമൂഹത്തിലെ എല്ലാ തട്ടുകളിലുമുള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രഖ്യാപിത നയം. ഉൽപാദന മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം ലക്ഷ്യമിടുന്നതിലൂടെ രാജ്യത്തിന്റെ ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കാനും അതുവഴി വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വേഗത നൽകാനുമാണ് ബജറ്റിലൂടെ ശ്രമിക്കുന്നത്. എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എന്ന മുദ്രാവാക്യം കേവലം ഒരു വാഗ്ദാനം മാത്രമല്ല, മറിച്ച് അത് നടപ്പിലാക്കാൻ ആവശ്യമായ സാമ്പത്തിക അടിത്തറ ബജറ്റിൽ ഒരുക്കിയിട്ടുണ്ട്. രാജ്യത്തെ സാമ്പത്തിക നയത്തിൽ വരുത്തിയ 300-ലധികം വരുന്ന പരിഷ്കാരങ്ങൾ, പ്രത്യേകിച്ച് ലേബർ കോഡ് പോലുള്ള മാറ്റങ്ങൾ വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യയുടെ ലോകത്ത് ഇന്ത്യയെ ഒരു ആഗോള കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ സെമി കണ്ടക്ടർ മേഖലയിൽ വലിയ നിക്ഷേപമാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യ 2.0 സെമി കണ്ടക്ടർ മിഷന്റെ ഭാഗമായി 40,000 കോടി രൂപയാണ് ഇന്ത്യ മേഖലയ്ക്കായി നീക്കിവെച്ചിരിക്കുന്നത്. ഇത് രാജ്യത്തെ ഇലക്ട്രോണിക് ഉൽപാദന രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. നേരത്തെ നടപ്പിലാക്കിയ ഇലക്ട്രോണിക് ഉൽപാദന പദ്ധതികൾക്ക് ഇരട്ടി നേട്ടം കൈവരിക്കാൻ സാധിച്ചു എന്നത് ഈ രംഗത്തെ സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ തെളിവാണ്. സ്മാർട്ട് ഫോണുകൾ മുതൽ ലാപ്ടോപ്പുകൾ വരെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതിലൂടെ ഇറക്കുമതി കുറയ്ക്കാനും ആഭ്യന്തര വിപണിക്ക് കരുത്തേകാനും സാധിച്ചു. വരും വർഷങ്ങളിൽ ഇന്ത്യയെ ചിപ്പ് നിർമ്മാണ രംഗത്തെ കരുത്തരായ ശക്തിയായി മാറ്റുന്നതിനുള്ള കൃത്യമായ രൂപരേഖയാണ് ബജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് പുതിയ സ്റ്റാർട്ടപ്പുകൾക്കും യുവാക്കൾക്കും വലിയ തോതിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. കാർഷിക മേഖലയിലും ഗ്രാമീണ വികസനത്തിലും ഊന്നിയുള്ള വലിയ പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ട്. കർഷകരുടെ വരുമാനം ഇരട്ടിക്കുന്നതിനും കൃഷിഭൂമികൾ കൂടുതൽ ശാസ്ത്രീയമായി പ്രയോജനപ്പെടുത്തുന്നതിനും ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് നൽകുന്ന മുൻഗണന റോഡ്, റെയിൽവേ, വ്യോമഗതാഗത രംഗങ്ങളിൽ വലിയ മാറ്റങ്ങളും കൊണ്ടുവരും. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ കൂടുതൽ വ്യാപിപ്പിക്കലും സാങ്കേതിക വിദ്യ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങളും ബജറ്റിന്റെ പ്രത്യേകതയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ നൂതനമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും നൈപുണ്യ വികസനത്തിന് പ്രാധാന്യം നൽകുന്നതിനും ബജറ്റിൽ തുക അനുവദിച്ചിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിനായി പ്രത്യേക പദ്ധതികളും അവരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനുള്ള നടപടികളും നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു. ആരോഗ്യ മേഖലയിൽ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുന്നതിനും സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ചികിത്സ ലഭ്യമാക്കുന്നതിനുമുള്ള പദ്ധതികൾക്കും തുടക്കമിടും. സാമ്പത്തിക അച്ചടക്കം പാലിച്ചുകൊണ്ടുള്ള വികസനമാണ് മോദി സർക്കാർ ലക്ഷ്യമിടുന്നത്. ധനക്കമ്മി കുറച്ചു കൊണ്ടുവരുന്നതിനും നികുതി പരിഷ്കരണങ്ങളിലൂടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ബജറ്റിൽ ശ്രദ്ധ നൽകിയിട്ടുണ്ട്. GST ഉൾപ്പെടെയുള്ള നികുതി വ്യവസ്ഥകൾ കൂടുതൽ ലളിതമാക്കുന്നതിലൂടെ വ്യാപാരികൾക്കും സംരംഭകർക്കും വലിയ ആശ്വാസമാണ് നൽകുന്നത്. രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് ആഭ്യന്തരമായി ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പ്രോത്സാഹനങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഊർജ മേഖലയിൽ പുനരുപയോഗ ഊർജത്തിന് നൽകുന്ന മുൻഗണന കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്നതിൽ ഇന്ത്യയുടെ പ്രതിബദ്ധത വെളിപ്പെടുത്തുന്നു. മൊത്തത്തിൽ രാജ്യത്തെ ഒരു സാമ്പത്തിക ശക്തിയാക്കി മാറ്റുന്നതിനും എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഉന്നമനം ലക്ഷ്യമിടുന്നതിനുമായ ഒരു സമഗ്ര വികസന രേഖയാണ് നിർമ്മല സീതാരാമൻ ഈ ബജറ്റിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. സർക്കാർ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ടെന്നും വരും കാലങ്ങളിലും ഇന്ത്യയുടെ വളർച്ചാ വേഗത ലോകത്തിന് മാതൃകയാകുമെന്നും അവർ പ്രത്യാശ പ്രകടിപ്പിച്ചു.